ഒടുവിൽ നമ്മൾക്ക് ഒരു സെയിൽസ് ഓർഡർ അഗേൻസ്റ്റ്, ഉദാഹരണത്തിന് ഒരു സെയിൽസ് ഓർഡറിന് അഗേൻസ്റ്റ് ഇവിടെ ഇപ്പോൾ 57,500 ഒരു സെയിൽസ് ഓർഡർ ഉണ്ട്. ഇതിന് അഗേൻസ്റ്റ് നമ്മൾക്കൊരു 50% ഇൻവോയ്സ് ചെയ്യണം എന്ന് വിചാരിക്കാം. 50% നമ്മളത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക, സാധാരണ പോലെ ക്രിയേറ്റ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെഗുലർ ഇൻവോയ്സ് ഉണ്ട്, അതല്ല ഡൗൺ പേയ്മെൻറ്റ് പെർസെൻറ്റേജ് ഉണ്ട്, ഡൗൺ പേയ്മെൻറ്റ് ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് 50% ആണ് എങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് പെർസെൻറ്റേജ് 50% അടിക്കുക, ക്രിയേറ്റ് ഇൻവോയ്സ് അടിക്കുക. 57,500-ന് 28,750 രൂപ കൃത്യമായിട്ട് നമുക്ക് ഇൻവോയ്സ് വരും. ഇതിപ്പോൾ ഡ്രാഫ്റ്റ് ആണ്, നമ്മളിത് കൺഫേം അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻവോയ്സ് ആവും. ഓക്കെ, നമ്മൾ ഇൻവോയ്സ് അടിക്കുക, പോസ്റ്റായി, ഇൻവോയ്സ് പോസ്റ്റായി. ഓക്കെ, 28,750. ഇവിടെ താഴത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടൊക്കെ ഈ പാർട്ടിക്ക് ഉണ്ട്. അത് അസൈൻ ചെയ്യണമെങ്കിലാണ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, നമ്മൾ ഇൻവോയ്സ് 28,750, ഇത് എവിടെയും പ്രിൻറ്റിൽ വരില്ല. ഓക്കെ, കാരണം ഇത് നമ്മൾക്ക് കാണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് എൻ്റർ ചെയ്യുന്നത്. ഇനി അതേപോലെ നമുക്ക് മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഇവിടെ 17,250 ഒരു സെയിൽസ് ഓർഡർ, 20,152 ഒരു സെയിൽസ് ഓർഡർ ഉണ്ട്. ഇവിടെ നമുക്കൊരു 10,152.50 ഡൗൺ പേയ്മെൻറ്റ് വേണം. 10,152, അത് 10 ബാക്കി വേണം. ഓക്കെ, 10,152 50 ആണെങ്കിൽ 10,152.50 ആണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് അതിനകത്തായിട്ട് ഡൗൺ പേയ്മെൻറ്റ് ഇൻവോയ്സ് 10,152 ആയിട്ട് ഡൗൺലോഡ് ഇൻവോയ്സ് ക്രിയേറ്റ് ആവും. കൺഫേം ചെയ്താൽ പോസ്റ്റ് ആവും. ഓക്കെ, ഇപ്പം നമ്മൾ ജെമിനി ഫർണിച്ചറിൻ്റെ റെസീവബിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ജെമിനി ഫർണിച്ചർ നോക്കാം. ജെമിനി ഫർണിച്ചറിന് നമ്മൾ അടിച്ച ഇൻവോയ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മറ്റേ നമ്മളതിന് മുമ്പ് ഒരു പാർട്ടിക്ക് അടിച്ചതിൻ്റെ 28,750 പെൻഡിങ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻവോയ്സ് പാർഷ്യലാണോ, എന്താണ് ഒരു എമൗണ്ടിനാണോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിനാണോ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.